ആമേൻ. ഇന്നത്തെ രാത്രിയിലെ ദൈവവചനധ്യാനത്തിനായിട്ട് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എപ്പിസോഡ് ടു 1 Peter chapter 2 verse 5. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തിരുസന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന കർത്താവേ, അങ്ങ് എപ്പോഴും ഞങ്ങളോട് സംസാരിക്കുന്ന കർത്താവ, ഇന്നത്തെ രാത്രിയിലും ഏറെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, താഴ്ത്തി തരുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിഞ്ഞ് ഞങ്ങളുടെ കഴിഞ്ഞ കാലം അങ്ങയ്ക്ക് മറവല്ല, ഞങ്ങളെ കടന്നു പോകുന്ന ഇന്നത്തെ വഴികളും ജീവിതവും അങ്ങയ്ക്ക് മറവല്ല, നാളെ ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്തെന്നുള്ളത് അങ്ങയ്ക്ക് മറവല്ല. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ഇന്നത്തെ രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ അപ്പ. അടിയനെ മുറ്റുമായി താഴ്ത്തി തരുന്ന കർത്താവേ, അങ്ങയുടെ ശബ്ദവാഹിനി മാത്രമാണ് ഞാനെന്ന് അടിയൻ അറിയുന്നു. അങ്ങയുടെ ഒരു ചാനൽ മാത്രമാണ് ഞാനെന്ന് അറിയുന്നു. സമ്പൂർണമായി താഴ്ത്തി തരുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഇന്നത്തെ രാത്രി അങ്ങയുടെ ജനത്തിൻ്റെ, അങ്ങയുടെ സഭയുടെ, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിനായി അടിയനെയും ഉപയോഗിച്ചിട്ട് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. നമ്മൾ കേട്ട ഈ വചനം വളരെ മനോഹരമായൊരു വചനമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പത്രോസിൻ്റെ ലേഖനത്തിൽ ഇതേ അധ്യായത്തിൽ ആവർത്തിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ദൈവമക്കൾക്കുള്ളൊരു സ്ഥാനപ്പേര് ഈ വാക്യത്തിന് എഴുതിയിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ പുരോഹിത വർഗം അല്ലെങ്കിൽ ശ്രേഷ്ഠ പുരോഹിത വർഗം. നമ്മെ കർത്താവ് പണിയുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ പണി എന്താണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗങ്ങൾ കഴിക്കുവാൻ തക്കവണ്ണം യോഗ്യരാക്കപ്പെടുന്ന ഒരു വിശുദ്ധ പുരോഹിത വർഗമായി നമ്മൾ പണിയപ്പെടുക. വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ രാത്രിയിലെ ദൈവവചനം കേൾക്കണമെന്ന് സഹോദരങ്ങളെ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുക. എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് എന്തിനെന്നറിയാമോ? ദൈവത്തിന് പ്രസാദമായ ആത്മീക യാഗം കഴിക്കുന്ന വിശുദ്ധ പുരോഹിത വർഗമായി നമ്മൾ മാറണം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാൽ, പഴയ നിയമത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിന്നൊരു കൂട്ടത്തെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്തിന്? തനിക്ക് പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി. എല്ലാവർക്കും ആ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ അതിനുവേണ്ടി ലേവ്യ ഗോത്രത്തെ ദൈവം തെരഞ്ഞെടുത്തു. അവരെ മാത്രം ദൈവം വേർതിരിച്ചു. എന്തിന്? തനിക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ. ദൈവജനത്തിനും ശേഷമുള്ള ജനത്തിനും ദൈവത്തിനും മധ്യേ ഇടിവിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ വാക്കുകൾ അവരുടെ നാവിലൂടെ ദൈവജനം കേൾക്കുവാൻ ഒക്കെയുമായി ദൈവം അവരെ തിരഞ്ഞെടുത്തപ്പോൾ അവരെ ഏൽപ്പിച്ചിരുന്ന പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്വമായിരുന്നു ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുക എന്നുള്ളത്. ദൈവസന്നിധിയിലെ യാഗമെന്ന് പറഞ്ഞാൽ ദൈവവും ജനവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ആത്മീക പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങളിൽ യാഗങ്ങൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ജനം പിൻവാങ്ങിപ്പോകുമ്പോൾ മടങ്ങി ദൈവത്തിലേക്ക് കടന്നു വന്ന് നിരപ്പ് പ്രാപിക്കുന്നതിന് യാഗം ആവശ്യമാണ്. ദൈവകോപം തന്റെ ജനത്തിൻ്റെ മേൽ വരുമ്പോൾ ദൈവകോപത്തിൻ്റെ തീയിൽ അവർ എരിഞ്ഞു പോകാതിരിക്കാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ കോപത്തെ തണുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് യാഗമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി പ്രമാണത്തെ ലംഘിച്ച് ന്യായപ്രമാണത്തിൻ്റെ വഴികളെ വിട്ട് ദൈവം അരുതെന്ന് പറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ കടന്നുപോയി, ഹല്ലേലൂയ, അവൻ നശിക്കുന്നതിന് മുമ്പ് ദൈവിക ആലോചന ലഭിച്ചവൻ മടങ്ങി ദൈവസന്നിധിയിലേക്ക് വരുന്നത് യാഗവുമായിട്ടാണ്.
ഈ ലോകത്തിൽ മറ്റേതൊരു ജനത്തിൽ നിന്നും ഇസ്രായേലിനെ വ്യത്യസ്തരാക്കിക്കൊണ്ടിരുന്നത് അവരുടെ കൈകളിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന യാഗമായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യാഗമുണ്ട്, പുതിയ നിയമത്തിലും യാഗമുണ്ട്. പഴയ നിയമത്തിൽ യാഗത്തിന് പ്രമാണങ്ങളുണ്ട്, പുതിയ നിയമത്തിലും യാഗത്തിന് പ്രമാണങ്ങളുണ്ട്. പഴയ നിയമത്തിൽ പുരോഹിതന്മാരായിരുന്നു യാഗമർപ്പിച്ചിരുന്നത്, പുതിയ നിയമത്തിലും അതേ പുരോഹിതന്മാർ തന്നെയാണ് യാഗമർപ്പിക്കുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിലൂടെ നമ്മൾ എല്ലാവരും പുരോഹിതന്മാരാണ്. നമ്മളെല്ലാവരും പുരോഹിത വർഗത്തിലുള്ളവരാ ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ താഴേക്ക് വായിക്കുമ്പോൾ അതേ അധ്യായത്തിൽ തന്നെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആര്? നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സ്വന്തം ജനമാണ്, നമ്മളൊരു പ്രത്യേക ജാതിയാണ്. അതുമാത്രമല്ല, നാം രാജകീയ പുരോഹിത വർഗമാണ് ക്രിസ്തുവിൽ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പുരോഹിതൻ ചെയ്യേണ്ട യാഗം പുതിയ നിയമത്തിൽ നാം ചെയ്യേണ്ട യാഗമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ രാത്രി നാം കേൾക്കുവാൻ പോകുന്നത് ദൈവത്തിന് പ്രസാദകരമായ യാഗം എന്താണ്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദകരമായ യാഗം എന്താണ്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. പഴയ നിയമത്തിലെ ഒരു പുരോഹിതൻ തന്റെ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. തന്റെ ജീവിതകാലം മുഴുവനും അവൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നാൽ താൻ ദൈവസന്നിധിയിൽ യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ച ഒരു യാഗവും സ്വർഗം കൈക്കൊണ്ടില്ല എങ്കിൽ അവന്റെ പ്രവൃത്തി എവിടെ പോയി? അവന്റെ ശുശ്രൂഷ എങ്ങനെയായി തീർന്നു? ഹല്ലേലൂയ. നമുക്കറിയാം, പുതിയ നിയമത്തിലെ കൃപ പോലെയല്ല പഴയ നിയമത്തിൽ. ദൈവസന്നിധിയിൽ ദൈവം യാഗം സ്വീകരിച്ചില്ല എങ്കിൽ പകരം വരുന്നത് ശിക്ഷയാണ്, പകരം വരുന്നത് കോപമാണ്. ആ കോപത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഒരു പുരോഹിതനും കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ പുതിയ നിയമയാഗമുണ്ട്. പുതിയ നിയമയാഗത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് തീയായിട്ടല്ല, ദൈവ കോപം then and there പ്രത്യക്ഷപ്പെട്ടിട്ടല്ല, പിന്നെയോ ഹല്ലേലൂയ ദൈവ തേജസ് നമ്മളെ വിട്ടുമാറും, ദൈവ സാന്നിധ്യം നമ്മളെ വിട്ടുമാറും, ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകും. കർത്താവിനെ കാണേണ്ട ഇടത്ത് ഈ ലോകത്തെ നാം കണ്ടു ജീവിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ആന്തരിക കണ്ണുകൾ കുരുടാക്കപ്പെടും, പിശാച് നമ്മളെ വഞ്ചിക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ പാത തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ഹല്ലേലൂയ, യഥാർത്ഥ യാഗം എന്താണെന്നും യാഗത്തിന്റെ പ്രമാണം എന്താണെന്നും യാഗം എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെന്നും യാഗം എവിടെയാണ് തുടങ്ങിയതെന്നും യാഗം എവിടെയാണ് അവസാനം ുന്നതെന്നും ഇന്നത്തെ രാത്രി നമ്മളൊന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ് യാഗം? പ്രൈസ് ഗോഡ്. യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഇറ്റ് ഈസ് ഗിവിംഗ് ഔട്ട് സംതിങ് വിച്ച് ഈസ് സോ പ്രഷ്യസ് ആൻഡ് വാല്യുബിൾ ടു അസ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടമായിരിക്കുന്ന ഏറ്റവും വിലയേറിയതൊന്നിനെ വേദനയോടുകൂടി സമർപ്പിക്കുന്നതാണ് ഈ യാഗം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ, എനിക്ക് വലുതായി തോന്നിയതിനെ, എനിക്ക് ഏറ്റവും വിലയുള്ളതിനെ ഞാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രൂവ് ചെയ്യുകയാണ്, ഈ എനിക്കുള്ളതിനേക്കാളൊക്കെയും വലിയവൻ അവിടുന്നാണ്. അങ്ങയുടെ പാദപീഠത്തിൽ ഞാൻ ഇതിനെ സമർപ്പിക്കുകയാണ്. കാരണം ഇതെനിക്ക് ലഭിച്ചത് അങ്ങയുടെ ദയയാലാണ്. ഇതിനേക്കാൾ അധികം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ഈ യാഗം. എന്തിനാണ് ദൈവം യാഗത്തെ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ, അതുവഴി തൻ്റെ ജനത്തെ ദൈവം പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള സകലത്തെക്കാളും വലിയവനും സകലത്തെക്കാളും സ്നേഹിക്കുവാൻ തക്കവനും യോഗ്യനായിരിക്കുന്നതും സർവശക്തനായ ദൈവമെന്ന് കാണിക്കുക. ഹല്ലേലൂയ. അവരുടെ സ്വഭാവത്തെ രൂപീകരിക്കുക. ഈ ലോകത്തിലുള്ള ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് ആകാതെ വേണം. ഹല്ലേലൂയ. ഒരു ബന്ധത്തിൽ, ഒരു നിയമത്തിൽ, ഒരു പ്രമാണത്തിൽ തൻ്റെ ജനം ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങണം എന്ന് ഉദ്ദേശിച്ച് ദൈവം ഹല്ലേലൂയ അവരുടെ മധ്യത്തിൽ യാഗങ്ങളെ കൊടുത്തു. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോശയിലൂടെ യാഗങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റിയ ലേവ്യ പുസ്തകത്തിലും ഹല്ലേലൂയ ലെവിറ്റിക്കസിലും അതുപോലെ തന്നെ ഡ്യൂട്രോണമിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ആവർത്തന പുസ്തകത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വിവിധ യാഗങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും, വിവിധ യാഗങ്ങളുടെ പ്രമാണങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്ന യാഗം, ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടാത്ത യാഗം ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എല്ലാ യാഗങ്ങളും സ്വർഗം സ്വീകരിക്കത്തില്ല കേട്ടോ.
മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ മൈഖായില് 6-ാം അധ്യായത്തിൽ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ പ്രവാചകൻ സ്വർഗത്തേക്ക് നോക്കി ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടേണ്ടു? ഹോമയാഗങ്ങളും കൊണ്ട് 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ ഞാൻ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനെങ്കിലും 10,000 തൈലനദിയിലും അവൻ പ്രസാദിക്കുമോ? എൻ്റെ അകൃത്യത്തിനു വേണ്ടി എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും ഞാൻ കൊടുക്കണമോ? ഹല്ലേലൂയ. മലാഖി പ്രവചനത്തിലേക്ക് വന്നാൽ 1-ാം അധ്യായത്തിൽ വരുമ്പോൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നു, കണ്ണു പൊട്ടിയതിനെ അവൻ നീ യാഗമായി കൊണ്ടുവരുമ്പോൾ അതിൽ ദോഷമില്ല എന്നും, മുടന്തുള്ളതിനെയും ദീനമുള്ളതിനെയും നീ യാഗമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ സ്വർഗം സ്വീകരിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നീ യാഗമായി വരുമ്പോൾ കർത്താവ് യഹോവയായി ദൈവത്തിനോട് പറയുക, നിന്റെ ഈ യാഗങ്ങളെ കൊണ്ടുവന്ന് നിന്റെ ദേശാധിപതികൾക്ക് കാഴ്ച കൊടുക്കുക, അവർ നിന്നിൽ പ്രസാദിക്കുമോ? എല്ലാ യാഗവും സ്വർഗം സ്വീകരിക്കത്തില്ല. സഹോദര സഹോദരി, അത് പഴയ നിയമത്തിലായിക്കൊള്ളട്ടെ പുതിയ നിയമത്തിലായിക്കൊള്ളട്ടെ, നമ്മൾ കേൾക്കണമേ, യാഗമർപ്പിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് നമ്മൾ. രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ, വിശുദ്ധ പുരോഹിത വർഗമാണെന്ന് ഇവിടെ വചനത്തിൽ പറയുന്നു. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ജീവനുള്ള കല്ലുകളാക്കി മാറ്റിയിട്ട് നമ്മളെ ഒന്നിച്ച് ചേർത്ത് ഒരാത്മഗൃഹമായി ദൈവസഭയായി അവൻ പണിയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമർപ്പിക്കണം. പഴയ നിയമത്തിലെ യാഗവും പുതിയ നിയമത്തിലെ യാഗവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒരല്പസമയത്തിനുള്ളിൽ ഞാനതിനെ ഒന്ന് പറയുവാനായിട്ട് ശ്രമിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എവിടെയാണ് യാഗം ആരംഭിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ? ആദ്യത്തെ യാഗം എന്തായിരുന്നു? ആദ്യത്തെ യാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ആദമും ഹവ്വയും പാപം ചെയ്തു. ദൈവത്തിന്റെ തേജസ് അവരെ വിട്ടുപോയി. ആ 3-ാം അധ്യായത്തിന്റെ താഴേക്കുള്ള വരുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവർ നഗ്നരായി തീർന്നു. കാരണം അതുവരെ ഇല്ലാതിരുന്ന ഒരു മാറ്റം പാപം അവരിലേക്ക് കൊണ്ടുവന്നു. അതുവരെ അവർ നഗ്നരാണെന്ന് അവർക്ക് തോന്നിയിരുന്നില്ല. ദൈവത്തിന്റെ തേജസ് അവരെ മൂടിയിരുന്നു, ദൈവത്തിന്റെ കൃപയെ അവരെ മൂടിയിരുന്നു. അവരുടെ നഗ്നതയൊക്കെയും ദൈവ തേജസിന്റെ ഉള്ളിൽ മറവായിരുന്നു. എന്നാൽ പാപം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, പ്രമാണങ്ങൾ അവർ ലംഘിച്ചപ്പോൾ, ദൈവത്തിന്റെ തേജസ് അവരെ വിട്ടുമാറിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, സ്വയം അവർക്ക് മനസ്സിലായി തങ്ങൾ നഗ്നരാണെന്ന്. ഹല്ലേലൂയ. ഭർത്താവിന് ഭാര്യയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ നഗ്നത അവർക്ക് തടസ്സമായി തീർന്നു. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവരെന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഫിഗ് ലീവ്സ്, അത്തിയില കൂട്ടിയുണ്ടാക്കി അവർക്ക് അരയാട ഉണ്ടാക്കിയെന്ന് അവിടെ വായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നഗ്നത മറയ്ക്കുവാൻ തക്കവണ്ണം ഒരു താൽക്കാലിക പരിഹാരം. ഹല്ലേലൂയ. അവരത് ചെയ്ത് സ്വസ്ഥതയോടെ ഇരിക്കുമ്പോഴാണ് ദൈവം അവിടേക്ക് ഇറങ്ങി വന്നിട്ട് ആദമിനെ വിളിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവർ ഓടി ഒളിച്ചു. ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ, ദൈവ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ, അത്യുന്നതനായ സർവശക്തനായ മഹാപരിശുദ്ധനായ തങ്ങളുടെ സൃഷ്ടാവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയാതെ തങ്ങളുടെ അത്തിയിലകൾ കൊണ്ട് തങ്ങളുടെ നഗ്നതയെ ദൈവത്തിന്റെ സന്നിധിയിൽ മറയ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി അവർ ഓടി ഒളിച്ചു. ഹല്ലേലൂയ. ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെ? നമുക്കറിയാം താഴേക്കുള്ള കോൺവെർസേഷൻസ് നമുക്കറിയാം. ആദം പറഞ്ഞു, ഞാൻ നിന്നെ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരു അനുഭവം ആദമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ദൈവം അവരെ കാണാൻ ഇറങ്ങി വരുമ്പോൾ ഇതിനു മുമ്പ് അവർ ഓടത്തില്ലായിരുന്നു. അവർ സന്തോഷത്തോടെ കാത്തിരിക്കുമായിരുന്നു ദൈവത്തോടു കൂടെ കൂട്ടായ്മ ആചരിപ്പാൻ, ഫെലോഷിപ്പ് ആചരിപ്പാൻ തക്കവണ്ണം. എന്നാൽ ഇതാ ഇന്ന് പാപം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പാപം ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തിൽ ഭയം കൊണ്ടുവന്നിരിക്കുന്നു. പ്രമാണം ലംഘിച്ചു കഴിയുമ്പോൾ ദൈവ പൈതലേ, നീ അറിയാതെ നിന്റെ ഉള്ളിലേക്ക് ഒരു ഭയം കടന്നു വരും. പ്രമാണം ലംഘിച്ചു കഴിയുമ്പോൾ പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. പിശാച് പറയുന്നത് കേട്ട് ഒരല്പ നിമിഷത്തിലെ സുഖത്തിന് വേണ്ടി, ഒരൊറ്റ നിമിഷത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നീ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിക്കുമ്പോൾ അത് എന്നേക്കുമായി ദൈവ തേജസ്സിനെ ഭയപ്പെട്ട് ആരുടെ അന്ധകാരത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിപ്പാൻ നീ ആഗ്രഹിച്ച് വെളിച്ചത്തിൽ നിന്ന് നീ അന്ധകാരത്തിലേക്ക് ഓടും. എന്തിന്? ഒരു മറവിന് വേണ്ടി. നമുക്കറിയാം, ദൈവത്തെ മനുഷ്യനെ സ്നേഹിച്ച കർത്താവ് യഹോവയായ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരെ തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, സ്കിന്ന് കൊണ്ടൊരു ഗാർമെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 animal or 2 animals must have been killed.
ഒന്നോ രണ്ടോ മൃഗങ്ങൾ കൊല്ലപ്പെട്ടു. അതായത് ഒരു മൃഗത്തെ കൊന്ന്, അതൊരു ആട്ടിൻകുട്ടിയാകാം, എന്തുമാകാം. വചനത്തിൽ എഴുതിയിട്ടില്ല ഏത് മൃഗത്തെയാണ് കൊന്നതെന്ന്. അല്ല, ഉടനീളം നമ്മളെ പ്രമാണങ്ങൾ, യാഗത്തിൻ്റെ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ യാഗമൃഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഒരു പക്ഷേ ഒരു ആട്ടിൻകുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ 2 ആട്ടിൻകുട്ടികളെ ആയിരിക്കാം, അല്ലെങ്കിൽ 3 ആട്ടിൻകുട്ടികളെ ആയിരിക്കാം യഹോവ കൊന്നത്. എന്തിന്? ആദമിൻ്റെയും ഹവ്വയുടെയും നഗ്നത മറയ്ക്കുവാൻ. ശ്രദ്ധിക്കണമേ, ആദമും ഹവ്വയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഒരു മൃഗത്തെ കൊന്നു. അതിൻ്റെ തുകലെടുത്തിട്ട് ഇവൻ്റെ നഗ്നത മറച്ചു. ആ സമയം ആദം ഓർത്തു, ഞാൻ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ സാധു മൃഗം കൊല്ലപ്പെടുകയില്ലായിരുന്നു. ഞാൻ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ സാധു മൃഗത്തിൻ്റെ രക്തം ഈ ഭൂമിയിൽ വീഴത്തില്ലായിരുന്നു. പാപത്തിൻ്റെ വില എന്തെന്ന്, പാപത്തിന് നീ കൊടുക്കേണ്ടി വരുന്ന വില എന്തെന്ന് മനുഷ്യനെ ദൈവം ആദ്യമായി അവിടെ കാണിച്ചു. നിന്റെ സുഖത്തിന് വേണ്ടി നീ പാപം ചെയ്യുമ്പോൾ, നിന്റെ സന്തോഷത്തിന് വേണ്ടി പ്രമാണങ്ങളെ ലംഘിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ പാപത്തിന് വേണ്ടി, ഹല്ലേലൂയ, നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നിന്റെ പ്രമാണ ലംഘനത്തിന് വേണ്ടി ഒരുവന്റെ രക്തം ഒഴുക്കപ്പെട്ടത്, ഹല്ലേലൂയ, യാഗത്തിന്റെ ആരംഭം അവിടെയാണ്. അത് വ്യക്തമായിട്ട് ആദം കണ്ടു. സഹോദരങ്ങളെ, ആദമിൻ്റെ നഗ്നത, ഹവ്വയുടെ നഗ്നത കർത്താവ് മറച്ചു. അതായത് അത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആദം സ്വന്തം കൈ കൊണ്ട്, സ്വന്തം പ്രയത്നം കൊണ്ട്, സ്വന്തം നീതി കൊണ്ട്, സ്വന്തം വഴികൾ കൊണ്ട് തൻ്റെ നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ചു. ആ നഗ്നത മനുഷ്യൻ്റെ മുമ്പിൽ മറയപ്പെട്ടു, ഭാര്യയുടെ മുമ്പിൽ മറയപ്പെട്ടു, ചുറ്റുപാടുമുള്ള മറ്റു മൃഗങ്ങളുടെ മുമ്പിൽ മറയപ്പെട്ടു. എന്നാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സ്വയം നീതിയുമായി അവൻ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, ഉണങ്ങിയ തീര പോലെ അത് ചുരുണ്ട് താഴെ വീണു. ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ നീതിക്ക് നിലനിൽപ്പില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ വഴികൾക്ക് നിലനിൽപ്പില്ല. നീയും ഞാനും സ്വന്തം കൈകൾ കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം ജ്ഞാനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നതൊക്കെയും ആദമുണ്ടാക്കിയ അത്തീല കൊണ്ടുള്ള അരയാട പോലെ തന്നെയാണ്. അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴും. പക്ഷെ എന്നെയും നിന്നെയോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ വരുന്ന ഒരു നീതി. ദൈവം നിനക്കും എനിക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു നീതി. ആ നീതി എന്നെയും നിങ്ങളെയും ദൈവം പുതപ്പിച്ചാൽ, ആ നീതി എന്നെയും നിങ്ങളെയും ഉടുപ്പിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ആ പരിശുദ്ധ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയും. അതാണ് കാൽവരി ക്രൂശിൽ ക്രിസ്തുവിലൂടെ ഉള്ള നീതി നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കിവിടെ കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം അറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, ഹല്ലേലൂയ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി മാറ്റി. ഹല്ലേലൂയ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. ഹല്ലേലൂയ, നമ്മെ തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ, ഇതിന്റെ ഉള്ളിലുള്ള നഗ്നത ദൈവസന്നിധിയിൽ വെളിപ്പെടാതിരിക്കാൻ തക്കവണ്ണം, എന്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ വെളിപ്പെടാതിരിക്കാൻ തക്കവണ്ണം, എന്റെ കുറവുകൾ ദൈവസന്നിധിയിൽ വെളിപ്പെടാതിരിക്കാൻ തക്കവണ്ണം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് ഞാൻ ശത്രുവായിരുന്ന ജീവിത അനുഭവങ്ങളിൽ ദൈവത്തിനെ ദുഃഖിപ്പിച്ച, ദൈവത്തിന്റെ വഴികളെ വിട്ടുമാറി ചെയ്ത സകല പ്രവൃത്തികളെയും തന്റെ രക്തം കൊണ്ട് കഴുകി എന്നെ പുതിയ ഒരു അരയാടെ ഉടുപ്പിച്ചു, എന്നെ ഒരു പുതിയ വസ്ത്രം ധരിപ്പിച്ചു. ആരുടെ വസ്ത്രം എന്ന് ചോദിച്ചാൽ ക്രിസ്തുയേശുവിലൂടെ തന്ന നീതി. ആ നീതി വസ്ത്രം തരുവാൻ, ഹല്ലേലൂയ, ആദമിനെ ഉടുപ്പിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഒരു വസ്ത്രം കൊടുക്കേണ്ടതിന്, ഒരു മൃഗം കൊല്ലപ്പെട്ടതുപോലെ എന്നെയും നിന്നെയും ദൈവ തേജസ് ഉടുപ്പിക്കേണ്ടതിന്, ദൈവനീതി ഉടുപ്പിക്കേണ്ടതിന് ഒരുവൻ കൊല്ലപ്പെട്ടു, കാൽവരി ക്രൂശിൽ, യേശു കർത്താവ്. ഹല്ലേലൂയ, മറക്കരുത്. ഹല്ലേലൂയ, അവിടെയാണ് യാഗം ആരംഭിക്കുന്നത്. ഇത് ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്ത ഒരു യാഗമാണ്. ശ്രദ്ധിക്കണമേ, ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്ത ഒരു യാഗമാണ്. ആ യാഗം തുടക്കമാണ്. അതുപോലെ ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്ത മറ്റൊരു യാഗമാണ് കാൽവരി ക്രൂശിൽ യേശു മരിച്ചത്. അതോടുകൂടി ആ യാഗം അവിടെ തീർന്നു. ഓരോരുത്തർ യാഗം ആരംഭിച്ചു മനുഷ്യനെ രക്ഷിക്കുവാൻ, ആദമിന്റെയും ഹവ്വയുടെയും നഗ്നതയെ മറയ്ക്കുവാൻ. ഏദൻ തോട്ടത്തിൽ ഒരു മൃഗം കൊല്ലപ്പെട്ടു. ലോകത്തിലെ സകല മാനവരാശിയുടെയും പാപത്തിൽ വന്ന് നഗ്നത മറയ്ക്കുവാൻ കാൽവരി ക്രൂശിൽ മറ്റൊരാട് കൊല്ലപ്പെട്ടു, യേശു ക്രിസ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് ദൈവം ചെയ്ത യാഗമാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യുന്ന യാഗം എവിടെ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം
4-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. കായീന്റെയും ഹാബേലിന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയാണ് ആദ്യമായി മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ യാഗമർപ്പിക്കുവാനായിട്ട് തുടങ്ങുന്നത്. വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ രാത്രിയിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കണം. ഈ വചനം നമ്മുടെ ജീവിതത്തെ പണിയണം. അനുദിന ജീവിതത്തിൽ അനുനിമിഷം നാം യാഗമാണ് ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടതെന്നും അതിനായി വിളിക്കപ്പെട്ട വിശുദ്ധ പുരോഹിത വർഗമാണ് ഞാനെന്നും എൻ്റെ ഈ യാഗം മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന യാഗമല്ല, അത്യുന്നതനായ ദൈവം തന്റെ തൃക്കരം നീട്ടി സ്വീകരിക്കുന്ന യാഗമായി തീരണമെന്നും ഇന്നത്തെ രാത്രി ദൈവപൈതലെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നത്തെ രാത്രി ഈ വചനം വളരെ ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നാം കേട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആദ്യത്തെ യാഗം മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ചെയ്ത, ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആദ്യത്തെ യാഗം എന്ന് പറയുന്നത് കായീനും ഹാബേലും ചെയ്ത യാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. അതിൽ ഒരു യാഗം ദൈവം സ്വീകരിച്ചു, മറ്റേ യാഗം ദൈവം തള്ളിക്കളഞ്ഞു. ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോയി അത് വായിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നു, കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അത് നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യത്തെ പേജുകളിൽ ഹല്ലേലൂയ 4-ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നീ യാഗം കഴിക്കുന്നതിലല്ല വിഷയം, നിന്റെ യാഗം ദൈവം സ്വീകരിക്കുന്നുണ്ടോ, ദൈവം അതിൽ പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യാഗം അർപ്പിക്കുന്നവനെയല്ല ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് പ്രസാദകരമായ യാഗം അർപ്പിക്കുന്നവനെയാണ് സ്വർഗം സ്വീകരിക്കുന്നത്, സ്വർഗം അംഗീകരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നില്ല, മുന്നോട്ട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് കായീന്റെ യാഗത്തെ ദൈവം പ്രസാദിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് കായീന്റെ യാഗത്തെ ദൈവം തിരസ്കരിച്ചത്? അതിന്റെ കാരണം അടുത്ത വാക്യങ്ങളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, ആ താഴേക്ക് വരുന്ന വാക്യങ്ങൾ നിങ്ങളെടുത്തൊന്ന് വായിക്കണം. അവിടെ കായീനോട് ദൈവം, കായീൻ കോപിക്കുന്നത് കണ്ടപ്പോൾ കായീനോട് ദൈവം പറഞ്ഞു, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവപ്രസാദമുണ്ടാകയില്ലയോ? യാഗത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ യാഗം അർപ്പിക്കുന്ന വ്യക്തി നന്മ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. പ്രൈസ് ഗോഡ്. മറന്നു പോകരുത്. നന്മ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം, നന്മ അവളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. യാഗവസ്തുവുമായി നീ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ മേൽ നിന്റെ യാഗത്തെ സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യന്റെ നോട്ടം നിന്റെ യാഗത്തിലേക്കാണ്. നീ എത്ര വലിയ യാഗമായിട്ടാണ് വന്നത്, എത്ര വിലയുള്ള മൃഗത്തെയാണ് കൊണ്ടുവന്നതെന്ന് മനുഷ്യനും പുരോഹിത വൃന്ദവും നോക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നിന്റെ യാഗമൃഗത്തെയല്ല നോക്കുന്നത്, യാഗം കൊണ്ടുവന്ന നിന്റെ കൈകളിലേക്കും നിന്റെ ഹൃദയത്തിലേക്കുമാണ് നോക്കുന്നത്. മറന്നു പോകരുത് സഹോദര സഹോദരി. കായീന്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവൻ നന്മയിൽ പ്രസാദിക്കുന്നവനല്ല, ഇവൻ സ്വാർത്ഥനാണ്, ഇവൻ തന്നെ സ്നേഹിക്കുന്നവനാണ്, ഇവനിൽ കരുണയില്ല, ഇവൻ പ്രമാണങ്ങൾ അനുസരിക്കുന്നവനല്ല. ഹല്ലേലൂയ. ഇവനിപ്പോ യാഗം കൊണ്ടുവന്നത് എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാ, അല്ലെങ്കിൽ എന്തോ ഒരു വഴിപാട് തീർക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാ. ഹല്ലേലൂയ. ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, വിശുദ്ധ പുരോഹിത വർഗമേ, നീ യാഗവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഹൃദയത്തിലെ ചിന്ത എന്താണ്? മനുഷ്യൻ എൻ്റെ യാഗം കണ്ട് കൈയടിക്കണമെന്നാണോ? ചുറ്റുപാടുമുള്ള പുരോഹിതന്മാര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണോ? മറ്റുള്ളവർ കഴിക്കുന്ന യാഗത്തെക്കാൾ ഗുണവും മേന്മയും തടിമിടിപ്പും ശബ്ദവുമുള്ള യാഗമാണ് എൻ്റേതെന്ന് വരുത്തി തീർക്കുവാനാണോ? അതല്ല. ആരുടെ മുമ്പിലാണ് നീ യാഗമർപ്പിക്കുന്നതെന്നും എന്തിനു വേണ്ടിയാണ് നീ യാഗമർപ്പിക്കുന്നതെന്നും, നിന്റെ കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ടോ, നിന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ നന്മ നിറഞ്ഞ ഹൃദയമാണോ എന്ന് നോക്കുന്ന ഒരുവന്റെ സന്നിധിയിലാണ് വചനം പറയുന്നു, സകലതും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. Everything is naked and open before his mighty eyes. When you come to offer your sacrifice on the altar, it is not a sacrifice he is going to be pleased with. He will look into your heart. He will look into your hands to see, is it blameless or is it broken? Is it having a submission before him? Hallelujah. ഇവിടെ അതാ മനസ്സിലാക്കുന്നത്. ഹാബേലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവിടെ വായിക്കുന്നുണ്ട്, ഹാബേല് തൻ്റെ അരുമയായിരിക്കുന്ന താൻ വളർത്തിക്കൊണ്ടിരുന്ന, താൻ ഓമനിച്ച് വളർത്തിയിരുന്ന ആട്ടിൻകുട്ടികളിൽ ഒന്നിനെ കൊണ്ടുവന്നിട്ട് യഹോവയ്ക്ക് യാഗമർപ്പിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ, there was a price he had to pay. ഏറ്റവും ഓമനിച്ചിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ സ്വന്തം കൈ കൊണ്ട് യഹോവയുടെ മുമ്പിൽ ആട്ടിൻകുട്ടിയുടെ കഴുത്തിറക്കുന്ന അനുഭവം നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആരുടെ ഹൃദയമാ തകരാത്തത്? ഹല്ലേലൂയ. നമ്മുടെ ഭാവനയിൽ ഇങ്ങനെയൊന്ന് കണ്ടേ.
താൻ അരുമയായിട്ട് വളർത്തിയ ആട്ടിൻകുട്ടി യാഗമർപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം ആബേലിനറിയാം നാളെ ഈ സമയത്ത് ഈ ആട്ടിൻകുട്ടി ജീവനോടുണ്ടാവത്തില്ല. എത്രമാത്രം ആട്ടിൻകുട്ടിയെ പിടിച്ച് ഹാബേൽ ചുംബിച്ച് കാണും അല്ലേ? അതിൻ്റെ തള്ളയാടിൻ്റെ പക്കൽ ചെന്നതിനെ പിടിച്ചു മാറ്റി കാണും. അത് കരഞ്ഞു കാണും, നിലവിളിച്ച് കാണും. ആട്ടിൻകുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയെ എത്രമാത്രം വേദനയാണ്. അതിൻ്റെ കൈയും കാലും കെട്ടി യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ ദയനീയമായി തന്നെ നോക്കുന്ന ആട്ടിൻകുട്ടിയുടെ ദയനീയതയെ കാണാതെ അവൻ്റെ മുമ്പിൽ ഒന്ന് മാത്രമാ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുറവുകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് പകരമായി ഈ ആട്ടിൻകുട്ടി അറക്കപ്പെടുകയാണ്. അവൻ്റെ ചിന്തയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് പകരമായി ഈ ആട്ടിൻകുട്ടി അറക്കപ്പെടുകയാ. ആ യാഗപീഠത്തിന്മേൽ ആട് കൈയും കാലുമിട്ട് അടിച്ച് നിലവിളിക്കുന്ന ഭാഗം നമ്മുടെ ചിന്തയിൽ ഒന്ന് ഓർത്തേ. ഞാൻ ഒരു കാര്യം പറയുന്നു, ഹാബേല് കണ്ണടച്ച് കാണും. അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി കാണും. എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ യഹോവയെ വേദനിപ്പിച്ചതിന് പകരം മറ്റൊരു പ്രായശ്ചിത്തവുമില്ല. രക്തം ചൊരിയാതെ, ഹിബ്രുവിൽ പറയുന്നു, എബ്രായ ലേഖനം പറയുന്നു, രക്തം ചൊരിയാതെ പാപമോചനമില്ല. There is no remission of sin without shedding blood. ഹല്ലേലൂയ. വേറെ ഒരു വഴിയുമില്ല. ഹല്ലേലൂയ. ഒരേ ഒരു വഴിയേ ഉള്ളൂ, എനിക്ക് പകരം ഒരു മൃഗം അറുക്കപ്പെടണം. അൺബ്ലെമിഷ് ആയിരിക്കുന്ന, ഊനമില്ലാത്ത, മുടന്തില്ലാത്ത, ശുദ്ധമായിരിക്കുന്ന ഒരു മൃഗം എനിക്ക് പകരം അറുക്കപ്പെടണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹാബേൽ എത്ര തവണ മൃഗത്തെ കൊല്ലും? ആ പാപത്തിൻ്റെ, ആ യാഗത്തിൻ്റെ വില അവൻ തിരിച്ചറിയുമ്പോൾ തൻ്റെ പാപങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഓർക്കണമേ, ഇതിനു വേണ്ടിയാ ദൈവം യാഗം സ്ഥാപിച്ചത്. മനുഷ്യൻ തൻ്റെ ദുർമാർഗങ്ങളെ വിട്ടുമാറുവാൻ ദൈവം ആഗ്രഹിച്ചു. ഓരോ യാഗവസ്തുവിനെയും യാഗമൃഗത്തെയും മറുക്കുമ്പോൾ മനുഷ്യന്റെ കഠിനമായിരിക്കുന്ന ഹൃദയത്തിലേക്ക് മനസ്സലിവ് ഉണ്ടാകണം. ഹല്ലേലൂയ. ഇനിയെങ്കിലും ഞാൻ പാപം ചെയ്യരുത്, ഇനിയെങ്കിലും ഞാൻ പ്രമാണങ്ങളെ ലംഘിക്കരുത്. കാരണം എൻ്റെ ഓരോ ലംഘനത്തിനും ഓരോ വിലയുണ്ട്, ഓരോ മൃഗം കൊല്ലപ്പെടുന്നു. ഹല്ലേലൂയ. നമുക്കറിയാൻ പറ്റും, അവിടെ ഹാബേലിന് വേണ്ടി ഹാബേല് ഒരു മൃഗത്തെ കൊന്നു. അതാണ് ദൈവസന്നിധിയിൽ മനുഷ്യൻ തുടങ്ങിയ ആദ്യത്തെ യാഗം. തിയോളജിക്കലി സ്പീക്കിംഗ്, someone would ask us, how did Abel know that he had to offer a lamb before the Lord as an animal sacrifice? സാധാരണയായി ദൈവശാസ്ത്രപരമായി നമ്മൾ ചോദിച്ചേക്കാം, ഹാബേലിന് എങ്ങനെ മനസ്സിലായി ഒരു മൃഗത്തെ യാഗമർപ്പിക്കണമെന്ന്? ദൈവവചനത്തിൽ അതിനൊരു ഉത്തരമില്ല. പക്ഷേ നമുക്കിങ്ങനെ ചിന്തിക്കുവാൻ കഴിയും, അവരുടെ അപ്പനും അമ്മയും ഉടുത്തിരുന്ന തുണി, ഉടുത്തിരുന്ന സ്കിന്ന് അവർ കണ്ടു. അവരപ്പനോടും അമ്മയോടും ചോദിച്ച് ഇതെങ്ങനെ വന്നതാണ്. ചോദിച്ചെങ്കിലും ഇല്ലെങ്കിലും ശരി, ആദമോ ഹവ്വയും ഈ കഥ തൻ്റെ മക്കളോട് പറഞ്ഞു കാണും, കയീനോട് ഹാബേലിനോട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഓടിപ്പോയി, ഞങ്ങൾ പോയി ഒളിച്ചു, ഞങ്ങൾ ഇതുപോലെ അത്തിയിലെ കൊണ്ട് അരയാട ഉണ്ടാക്കി ഒരു ടെമ്പറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. എന്നാൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവനെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ ഞങ്ങൾ ഓടിയപ്പോൾ, ഞങ്ങൾ മറഞ്ഞിരുന്നപ്പോൾ, ഞങ്ങൾ ഭയപ്പെട്ടിരുന്നപ്പോൾ ദൈവം ഞങ്ങളെ വിളിച്ചു. ദൈവം ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചൊരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തുകലെടുത്ത്, അതിൻ്റെ സ്കിന്നെടുത്തിട്ട് ഞങ്ങൾക്ക് വസ്ത്രമുണ്ടാക്കി ഞങ്ങളെ പുതപ്പിച്ചു. ഹല്ലേലൂയ. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു ആവരണം ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയണമെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ ഒരു പ്രവൃത്തി ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പക്ഷേ ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമായിരിക്കാം ആനിമൽ സാക്രിഫൈസിൻ്റെ യാഗത്തെക്കുറിച്ച് ഹാബേലിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായത്. അല്ലെങ്കിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കാണുമായിരിക്കാം. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നേക്കാം. അതുകൊണ്ടാണ് ഒരല്പ ലൈറ്റ് എനിക്ക് കിട്ടിയ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാഗവുമായി ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം ഭാരപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് നോക്കിക്കേ, ഹല്ലേലൂയ, ഇന്നല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലേക്ക്, പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് ഹൃദയത്തിൽ ഭാരമുണ്ട്. അവരൊരു യാഗമൃഗവുമായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ അവർ വിചാരിക്കുന്നു ഇതിന് ഇത്ര വിലയല്ല ഉള്ളൂ എന്ന്. കാരണം അവർ കാണുന്നില്ല മൃഗത്തിന്റെ കണ്ണുനീര്, അവർ കാണുന്നില്ല ആ മൃഗത്തെ, ആ കുഞ്ഞാടിനെയും കൊണ്ടുപോകുമ്പോൾ അമ്മയാടിന്റെ നിലവിളി അവൻ കാണുന്നില്ല.
കാരണം അതൊരു മൃഗമായിട്ട് മാത്രമാണ് അവർ കാണുന്നത്. പ്രൈസ് ഗോഡ്. ഒന്ന് ഓർത്തു നോക്കണമേ, എന്റെയും നിന്റെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യേശു ഹല്ലേലൂയ നഗ്നനായി തൂങ്ങിക്കിടന്നപ്പോൾ അത് കാണുവാൻ കഴിയാതെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മുഖം മറച്ചു. ആ മുഖം മറച്ചു കഴിഞ്ഞപ്പോൾ അന്ധകാരത്തിലായ സർവശക്തനായ ദൈവം, പ്രൈസ് ഗോഡ്, യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനായി ക്രൂശിൽ നിന്ന് നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതിന്റെ അർത്ഥം അവൻ കൈവിടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതിന്റെ അർത്ഥം അതുവരെ തന്റെ നോട്ടത്തിൽ, തന്റെ ദൃഷ്ടിയിൽ തന്റെ പുത്രൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ നിമിഷം, ആ 3 മണിക്കൂർ ക്രൂശിന്റെ മേൽ കിടക്കുമ്പോൾ ലോകം മുഴുവനും അന്ധകാരമായി മാറി. സൃഷ്ടാവിന്റെ നഗ്നത കാണുവാൻ ഈ ലോകത്തിന് കഴിയാതെ വണ്ണം, സൃഷ്ടികൾക്ക് കഴിയാതെ വണ്ണം സൂര്യൻ അസ്തമിച്ചു. കവികൾ അങ്ങനെ പാടുമായിരിക്കാം, മേഘം വന്ന് സൂര്യനെ മൂടി. And the sun didn't want to see the nakedness of its creator. തന്നെ സൃഷ്ടിച്ചവന്റെ നഗ്നത ഈ ലോകം കാണാതിരിക്കുവാൻ തക്കവണ്ണം സൂര്യൻ പെട്ടെന്ന് മാറി. ഹല്ലേലൂയ. ആ അന്ധകാരത്തിന്റെ നടുവിൽ, ആ പാപത്തിന്റെ നടുവിൽ, ആ നരകത്തിന്റെ നടുവിലാണ് യേശു നിലവിളിക്കുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതിന്റെ അർത്ഥം Father turned his face away. Hallelujah. Father turned his face away and the relationship was broken there because there is an almighty God, a holy God and a sinner there. Hallelujah. A full of sin. Hallelujah. I don't say that Jesus was a sinner. No, Jesus was carrying the sins of the world. അവൻ പാപിയല്ല, അവൻ പാപമായി മാറി. Praise God. Jesus was not the sinner on the cross, but he was the total sin of the world on the cross. Hallelujah. ക്രൂശിന്റെ മേൽ യേശു പാപിയായി തിരികെയല്ല, ലോകത്തിന്റെ മുഴുവനും പാപമായി, പാപം മുഴുവനും ഒപ്പിയെടുത്തുകൊണ്ട് താൻ ക്രൂശിന്റെ മേൽ തൂങ്ങിക്കിടക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കണമേ, ആ പിതാവിന്റെ ഹൃദയം എന്ത് കലങ്ങി. ആ പിതാവ് തന്റെ മുഖം മാറ്റിയില്ലേ? ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ഒരു പിതാവും വേദനിക്കാത്തവണ്ണം സ്വർഗത്തിന്റെ പിതാവ് വേദനിച്ചു തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തന്നിട്ട്. ഹല്ലേലൂയ. ഓർക്കണമേ, ഇത് തന്നെയാണ് ഒരു മനുഷ്യൻ പഴയ നിയമത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുവാൻ വേണ്ടി വരുമ്പോൾ ആ ആട്ടിൻകുട്ടിയുടെ തള്ളയാണ് കണ്ണുനീരോടെ നോക്കുന്നത് തൻ്റെ കുഞ്ഞിനെ യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ ഒരു മിനിറ്റിൽ അവിടെ വരാം. ഹല്ലേലൂയ. ഒരു പിതാവിൻ്റെ വേദന യാഗത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ അർപ്പിക്കുന്ന ഓരോ യാഗത്തിൻ്റെയും മുന്നിൽ ഒരു വേദന ഉണ്ടാവണം. സഹോദര സഹോദരി, ആത്മീക യാഗത്തിനു വേണ്ടി നിന്നെയും എന്നെയും വിശുദ്ധ പുരോഹിത വർഗമായി അവർ വിളിച്ചുവെങ്കിൽ അനുദിനം നീ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന യാഗത്തിന്റെ പിന്നിൽ നിനക്കൊരു ഹൃദയവേദന ഉണ്ടാവണം. ഒരു ഹൃദയവേദന ഉണ്ടാകണം. Hallelujah. There is an intense pain before every sacrifice. What is sacrifice means? It is parting away something so precious with lamentation and weeping. ഏറ്റവും പ്രിയമായതിനോട് ബൈ പറയുന്നതായി യാഗം. അതിനെ ദൈവസന്നിധിയിൽ കഴുത്തു മുറിച്ചിടുന്നതാണ് യാഗം. ഹൃദയവേദനയോടെ അതിന് ബൈ പറയുന്നതാണ് ഈ യാഗം. ആ ഹൃദയവേദനയുണ്ടോ ദൈവസന്നിധിയിൽ നമ്മൾ യാഗം അർപ്പിക്കുമ്പോൾ? എന്താണ് നമ്മുടെ യാഗമെന്ന് നമുക്ക് പറയാം കുറച്ച് കഴിയുമ്പോഴേ. ഇത് 4-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കണ്ട യാഗമാ. പിന്നീട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹ യാഗം കഴിക്കുന്നുണ്ട്. ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. നോഹ യാഗം കഴിക്കുന്നുണ്ട്. നോഹ യാഗം കഴിക്കുന്നത് ദൈവസന്നിധിയിലുള്ള ഒരു താങ്ക്സ് ഗിവിംഗ് സാക്രിഫൈസ് ആണ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അവിടെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നോഹ യാഗം കഴിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഞാൻ വേഗം മുന്നോട്ട് പോരുക. അവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ദൈവം ചെയ്ത നന്മകൾക്ക്, ദൈവം നടത്തിയ വിധങ്ങൾക്ക്, ദൈവം കരുതിയ വഴികൾക്ക്, അവിടുത്തെ ശിക്ഷയിൽ നിന്ന് നിന്നെയും എന്നെയും വിടുവിച്ചതിന്, നിന്റെയും എന്നെയും കുടുംബത്തെ അവിടുന്ന് പോറ്റിയതിന്, കഴിഞ്ഞ നാളുകളിൽ ആപത്തനർത്ഥങ്ങളുടെ മധ്യത്തിൽ പെട്ടകത്തിന്റെ ഉള്ളിൽ നിന്നെ ആക്കി, നിനക്ക് വേണ്ടതൊക്കെയും പെട്ടകത്തിന്റെ ഉള്ളിൽ നിനക്ക് വേണ്ടി കരുതി, നിന്നെ സൂക്ഷ്മതയോടെ ആ മരുഭൂപ്രയാണം കഴിയുന്നതുവരെയും ആ വെള്ളപ്പൊക്കം തീരുന്നതുവരെയും നിന്നെ അതിൽ സൂക്ഷിച്ചതിനൊക്കെ നന്ദിയായി നീ ദൈവസന്നിധിയിൽ അനുദിനം യാഗം അർപ്പിച്ചു കൊണ്ടിരിക്കണം. ഒത്തിരി കാര്യങ്ങളോട് പഠിക്കുവാനുണ്ട്. ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല. ഞാൻ വേഗം വരുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു യാഗമാണ്. യാഗം അർപ്പിക്കുന്നതിന് മറ്റൊരു പ്രമാണം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ്. ആര്? അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുക.
അതും കർത്താവ് ഹല്ലേലൂയ അത്യുന്നതനായ യഹോവയായ ദൈവം. ഇവിടെ അബ്രഹാം സ്വമനസാലെ അല്ല യാഗമർപ്പിക്കുന്നത്. ദൈവം അവിടെ കൽപ്പിക്കുകയാണ് നീ യാഗമർപ്പിക്കുവാൻ. എന്തിനെന്നറിയാമോ? തന്റെ പുത്രൻ കാൽവരിയിൽ ക്രൂശിൽ യാഗമായി പോകുന്നതിന് ഒരു മുൻകുറി, ഒരു തെളിവ്, ഹല്ലേലൂയ ഒരു അടയാളം പ്രമാണത്തിൽ ശേഷിപ്പിക്കേണ്ടതിന്, ലോകം കാണേണ്ടതിന്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ വേദന ഉണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം വരുന്ന നൂറ്റാണ്ടുകളിലൊന്ന് തന്റെ പുത്രൻ കാൽവരിയിൽ ക്രൂശിൽ മരിക്കുന്നത് എത്ര വേദനയോടെയാണ് കാണുന്നതെന്ന് നമുക്ക് അടയാളമായി കാണിക്കുവാൻ അബ്രഹാമിന്റെ യാഗത്തെ ദൈവം കൽപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഞാനത് പറയുന്നു എന്ന് ചോദിച്ചാൽ വചനത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 22. ശ്രദ്ധയോടെ കേൾക്കണമേ, സമയം പെട്ടെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 1 and 2. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ദിസ് വാസ് എ ടെസ്റ്റ്. ഓൾവേസ് റിമെമ്പർ മൈ ബ്രദർ, മൈ സിസ്റ്റർ. ഹല്ലേലൂയ. നമുക്ക് പ്രിയ സഹോദരൻ ഇപ്പോൾ പാട്ട് കുറച്ച് മുമ്പ് പാട്ട് പാടിയപ്പോൾ പറഞ്ഞു, ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. വി ആർ ടെസ്റ്റഡ് എവറി സിംഗിൾ മൊമെന്റ് ഓഫ് അവർ ലൈഫ്. ഹല്ലേലൂയ. ടെസ്റ്റ് ഈസ് നോട്ട് ലൈക്ക് what the best thing we do. Test is always like with what intention we do. എത്ര വലുതായി ചെയ്തു, എത്ര ഉറക്ക ചെയ്തു, എത്ര ഭംഗിയായി ചെയ്തു എന്നുള്ളതിനേക്കാൾ അപ്പുറം ദൈവം ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടി ചെയ്തു. വാട്ട് വാസ് ദ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്. അതാ ദൈവം നോക്കുന്നത് എപ്പോഴും. ഇവിടെ നോക്കിക്കേ, അബ്രഹാമിനെ പരീക്ഷിച്ചു. എങ്ങനെ പരീക്ഷിച്ചു? അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മൊറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. If you see the previous chapters, കഴിഞ്ഞ ചാപ്റ്ററിലേക്കൊക്കെ നോക്കിയാൽ എല്ലാം ഭംഗിയായിട്ട് അബ്രഹാമിന് നടന്നുകൊണ്ടിരിക്കുക. അബ്രഹാമിന്റെ കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ വലിയ സന്തോഷമാണ്. അബ്രഹാം ധനവാനായി കഴിഞ്ഞിപ്പോഴും അബ്രഹാം ചോദിച്ചതൊക്കെ അവന് കിട്ടി. Hallelujah. He was a comfortable man now. He is a rich man now. He is a respectable man now. He is in his old age. Now is the time for him to retire from every work and to have rest in the rest of his life. അടുത്ത അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വിശ്രമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായി ദൈവസന്നിധിയിൽ സാക്ഷ്യമുള്ളവനായി ജീവിക്കണം. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കണം. എല്ലാം സ്മൂത്തായി നടക്കുന്ന ആ സമയം, എല്ലാം ഭംഗിയായി തീർന്നു എന്നുള്ള സമയം, ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞ സമയം, ദൈവം എന്നെ നടത്തുന്നു എന്ന് പലരോടും പറഞ്ഞ സമയം, ശ്രേഷ്ഠമേറിയ സമയത്തിന്റെ മധ്യത്തിൽ ഒരു ദിവസം അബ്രഹാമിനെ ദൈവം വിളിച്ചു. ദൈവം പരീക്ഷിക്കാനാ പോകുന്നെന്ന് നമ്മളോടാ ദൈവം പറഞ്ഞത്, അബ്രഹാമിനോട് പറഞ്ഞില്ല. ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മളാ വായിച്ചത്, അബ്രഹാം ഇത് വായിച്ചില്ല. ഒരു ദിവസം പ്രഭാതത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. ഏബ്രഹാം, ഏബ്രഹാം. അബ്രഹാം എഴുന്നേറ്റു. അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് യാഗമർപ്പിക്കണം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ മോറിയ ദേശത്ത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കും. നിനക്ക് ഇഷ്ടമുള്ളത് പറ്റത്തില്ല കേട്ടോ, ശ്രദ്ധിക്കണമേ. ഇതിനകത്തൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണേ പറയാമായിരുന്നു, അവൻ യാഗപീഠം പണിയുന്നവനാണ്, അവൻ്റെ കൂടാരത്തിനടുത്ത് യാഗപീഠമുണ്ട്, ദൈവസന്നിധിയിൽ അവൻ എപ്പോഴും യാഗമർപ്പിക്കുന്നവനാണ്. ഒരു പക്ഷേ ദൈവത്തിന് പറയാമായിരുന്നു, നാളെ പ്രഭാതത്തിൽ നിന്റെ മകനെ, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന മകനെ ഈ സകല ജനവും കാണ്ട് അവൻ്റെ അമ്മ കാണ്ടെ നീ എൻ്റെ മുമ്പിൽ ഇവിടെ അപ്പുറത്ത് യാഗമർപ്പിക്കാൻ ദൈവത്തിന് കൽപ്പിക്കാമായിരുന്നു. പക്ഷേ യഹോവയായ ദൈവം അങ്ങനെ കൽപ്പിച്ചില്ല. യഹോവയായ ദൈവം അവന് സമയം കൊടുത്തു. മൊറിയ ദേശത്തേക്ക് വരെ കടന്നു പോകുന്ന സമയം, maybe 2-3 days it takes. Hallelujah. കാരണം God was giving him time, plenty of time to think whether it was worth offering his own son on the altar before God. ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ഏകജാതനായ മകനെ യാഗം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സമയവും ദൈവം അവന് കൊടുത്തു. That is what the test was. Remember that. That is what the test was. അതാണ് പരീക്ഷ.
ഇമ്മീഡിയറ്റ് ചെയ്യണമെന്നല്ല. നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് ചിന്തിക്കുവാൻ അവസരം കൊടുക്കാതെ പെട്ടെന്ന് ചെയ്യിക്കുക. പക്ഷെ ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. നിനക്കും എനിക്കും അവൻ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്, ഫ്രീ വില്ല് തന്നിരിക്കുക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് ചെയ്യും മകനെ, മനസ്സുണ്ടെങ്കിൽ എനിക്ക് കീഴ്പ്പെട്, മനസ്സുണ്ടെങ്കിൽ എൻ്റെ വഴികളിൽ നടക്ക്, മനസ്സുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം കേട്ട് അനുസരിക്ക്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞ് ഞാൻ കാണിക്കുന്ന വഴിയിലൂടെ നീ പോകൂ. ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു. ഗോഡ് വാസ് ടെസ്റ്റിംഗ് ഹിം. ഇവിടെ നോക്കിയേ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് തിയോളജിക്കലി സ്പീക്കിംഗ്. നിന്റെ മകനെ എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ ഏകജാതനായ നിന്റെ മകനെ ആയ ഇസഹാക്കിനെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇവിടെ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ. ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് വരും. ഇസഹാക്ക് അബ്രഹാമിൻ്റെ ഏകജാതനാണോ? ദൈവവചനം ഇതിനു മുമ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അബ്രഹാമിൽ നിന്ന് വേറൊരു മകൻ ഉണ്ടായിട്ടുണ്ട്. ആര്? ഇശ്മായേൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇസഹാക്ക് ഏകജാതനല്ല. We knew that Ishmael was born of Abraham. So we can't say that he is the firstborn. Isaac is the firstborn. But on what ground God said he is the firstborn? എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ. ഇശ്മായേൽ ഉണ്ടായത് അബ്രഹാമിൻ്റെ വഴിയിലാണ്, അബ്രഹാമിൻ്റെ ചിന്തയിലാണ്, അബ്രഹാമിൻ്റെ താല്പര്യത്തിലാണ്, അബ്രഹാമിൻ്റെ പദ്ധതിയിലാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പദ്ധതിയിൽ, നിന്റെ വഴിയിൽ, നിന്റെ കൂട്ടുകെട്ടിൽ, നിന്റെ ചിന്തയിൽ നീ ഉണ്ടാക്കി വെക്കുന്നതിനെ അനുഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. അതിന് ദൈവം ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ നിന്റേതായി കണക്ക് കൂട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം കണക്ക് കൂട്ടണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വന്നതായിരിക്കണം. പ്രൈസ് ഗോഡ്. ഇസ്ഹാക്ക് എങ്ങനെയാ ജനിച്ചതെന്നറിയാമോ? 100 വയസ്സ് തികഞ്ഞവനായി, അല്ലെങ്കിൽ സേറയ്ക്ക് 80 വയസ്സായി, 90 വയസ്സായി. There was no chance, there was not at all any possibility that this old man and old woman could bring forth a child. ഇത്ര പ്രായമായിരിക്കുന്ന 100-90 വയസ്സുള്ള ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറി ഒരു അത്ഭുത ശിശുവായി, ഒരു വാഗ്ദത്ത സന്തതിയായി ഇസ്ഹാക്ക് ജനിച്ചു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിൻ്റെ ആദ്യജാതനാണ് ഇസ്ഹാക്ക്. ഒന്ന് ഓർത്ത് നോക്കിയേ, 100 വയസ്സുള്ള ധനികനായ, ആ ദേശത്ത് അറിയപ്പെടുന്ന പ്രമാണിയായ, നീതിമാനായ, ദാറ്റ്സ് എ മെയിൻ തിങ്, നീതിമാനായ, എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ്റെ വാർദ്ധക്യത്തിൽ 100ാമത്തെ വയസ്സിലൊരു മോനെ കിട്ടി. എന്തോ ഒരു സന്തോഷമാണ്. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല. 15ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പോയി കഴിഞ്ഞാൽ ഈ വാഗ്ദത്തം ദൈവം കൊടുക്കുന്നുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, അതിനേക്കാൾ അധികം വലിയൊരു തലമുറയെ, ഒരു സന്തതിയെ നിനക്ക് തരും, നിനക്കൊരു മകൻ ഉണ്ടാകുമെന്നൊക്കെ ഇതിനു മുമ്പ് പറയുന്നുണ്ട്. നമുക്കറിയാം അബ്രഹാമിനെ കാണാൻ തക്കവണ്ണം ദൂതന്മാർ വരുന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ അവിടെ എങ്ങൊന്നും പറഞ്ഞിട്ടില്ല ഇവൻ ഉണ്ടായി കഴിഞ്ഞ് നിനക്കൊരു ടെസ്റ്റ് ചെയ്യാൻ തരും, ഇവനെ നീ യാഗം കഴിക്കൽ, എങ്ങും പറഞ്ഞില്ല. Abraham never knew that he had to go through this process. അബ്രഹാം ഒരിക്കലും കരുതിയില്ല ഇത്ര വലിയൊരു പരീക്ഷയിലൂടെ താൻ കടന്നു പോകേണ്ടി വരുമെന്ന്. He was not mentally prepared. ചിലരൊക്കെ പറയത്തില്ലയോ, I was not mentally prepared. That is the reason I was tired and disappointed. Abraham could have been disappointed. Abraham could have been depressed because he was not prepared at all when God was asking him to offer his son as a sacrifice, a burnt sacrifice. മനസ്സിലാക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ. ഞാൻ ആ പോയിന്റിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ 100 വയസ്സുള്ള ഈ അപ്പച്ചന് ഒരു മോനുണ്ടായി കഴിഞ്ഞപ്പോൾ എത്ര സ്നേഹമായിരിക്കും ഈ അപ്പച്ചനല്ലേ, ഈ കുഞ്ഞിനോടല്ലേ? അതുമല്ല, ദൈവം തന്ന അത്ഭുത ശിശുവായത്. അതുമല്ല, തന്റെ തലമുറ നിൽക്കേണ്ടതാണ്, തന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ്. ഈ ഇസ്ഹാക്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാവരോടും പറയും, ഇവനിലൊരു വലിയ വാഗ്ദത്തമുണ്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എനിക്ക് മക്കളെ ഇവനിലൂടെ സ്വർഗം തരാൻ പോകുകയാണ്. എല്ലായിടത്തും ഹല്ലേലൂയ. അബ്രഹാമിന്റെ അടുത്ത് ആര് ഗസ്റ്റ് വന്നാലും ശരി, അബ്രഹാം എവിടെ പോയാലും ശരി, ഈ കൊച്ചുമോനെ കൂടെ കൊണ്ടുപോകും. എല്ലാവരോടും സാക്ഷ്യം പറയും, യഹോവ എനിക്ക് തന്നതാണ്. ദിസ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. And Abraham was proud of him. Abraham took special attention of him. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു യഹോവയ്ക്ക് അവനെ ഒന്ന് പരീക്ഷിക്കണമായിരുന്നു.
പണ്ട് തന്നോടുള്ള സ്നേഹം ഇപ്പോൾ ഉണ്ടോ? Before it was not like that. Abraham was 100% committed to God. 100% ദൈവത്തിന് വേണ്ടിയായിരുന്നു ഏബ്രഹാം നിന്നത്. ഇന്ന് ദൈവം നോക്കിയപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം സ്വാർത്ഥനാണെന്ന് കേട്ടോ. ഗോഡ് വാസ് സെൽഫ് സെൻറ്റേർഡ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. പക്ഷെ ഒന്നുണ്ട്, ഗോഡ് ഈസ് എ സെല്ലസ് ഗോഡ്. ഗോഡ് ഈസ് എ സെല്ലസ് ഗോഡ്. അവിടുത്തെ മഹത്വം അവിടുന്ന് ആർക്കും വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. ഓർക്കണമേ, അവിടുത്തെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തെ ആരാധിക്കുവാൻ നിന്നെ അവൻ വിളിച്ചെങ്കിൽ, നിന്റെ പേരവൻ്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ, നിന്റെ വഴികളെ അവൻ മുന്നമേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നീദർ മീ, എന്നെ അവൻ അനുവദിക്കത്തില്ല. എവിടെയെങ്കിലും നമ്മൾ സൈഡ് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഹി വിൽ ബ്രിങ് യു ബാക്ക് ഇൻ ഹിസ് ഓൺ വേ. അവൻ നിന്നെ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരാൻ അവിടുന്ന് ചില മാർഗങ്ങൾ ഉപയോഗിക്കും. ഇവിടെ ഏബ്രഹാം ഹാഡ് ടു പ്രൂവ് ടു ഗോഡ് ദാറ്റ് ഹി ലവ്ഡ് ഗോഡ് മോർ ദാൻ ഹിസ് ഓൺ സൺ. ഹല്ലേലൂയ. ഓർക്കണമേ, ഇതൊരു വലിയ ടെസ്റ്റാണ് നമ്മുടെ ജീവിതത്തിലും. ദൈവത്തെക്കാൾ അധികമായി നാം സ്നേഹിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ആരോഗ്യമായിക്കൊള്ളട്ടെ, സൗന്ദര്യമായിക്കൊള്ളട്ടെ, ജോലിയായിക്കൊള്ളട്ടെ, കുടുംബ മഹിമകളായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, ശുശ്രൂഷയായിക്കൊള്ളട്ടെ, കുടുംബമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തെക്കാൾ അധികമായി നീ അതിനെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നിയാൽ he will put forth a test before you. അതൊരു വലിയ ടാസ്ക് ആയിരിക്കും കേട്ടോ. അതൊരു വലിയ ടെസ്റ്റ് ആയിരിക്കും. Every man of God, every woman of God had to go through it. If they love those things more than God, ദൈവത്തെക്കാൾ അധികമായി നീ സ്നേഹിക്കുന്നെങ്കിൽ, എവിടെങ്കിലും ദൈവത്തിന് സംശയം തോന്നുകയാ, ഇവന്റെ പഴയ കമ്മിറ്റ്മെന്റ്, എൻ്റെ അടുത്തുള്ള സമയം, അവൻ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. മറ്റു ചിലതിനെ അവൻ എന്നെക്കാൾ അധികം സ്നേഹിക്കുക, മറ്റു ചിലതിനെ അവൻ എന്നെക്കാൾ അധികം കരുതുക, മറ്റു ചിലതിനു വേണ്ടി അവൻ എന്നെക്കാൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അവൻ ആഗ്രഹിക്കുക എന്ന് കരുതിയാൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, യു വിൽ ബി ആസ്ക്ഡ് ടു പ്രൂവ് ഇറ്റ് ബിഫോർ ഗാഡ്. ഹല്ലേലൂയ. ഇവിടെ നോക്കി, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ നീ എനിക്ക് യാഗമർപ്പിക്കണം. ഈ മോറിയ ദേശത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഈ നടന്നു പോകണമല്ലോ. 2-3 ദിവസത്തെ യാത്രയുണ്ട്. ആ 3 ദിവസത്തെ യാത്രയിൽ എപ്പോഴെങ്കിലും ഏബ്രഹാമിന് വേണേ ചിന്തയൊന്ന് മാറ്റാമായിരുന്നു. ഏബ്രഹാമിന് തോന്നാമായിരുന്നു, ഓ ഇതെനിക്കൊരു തോന്നലുണ്ടാതെ, എൻ്റെ ദൈവം അങ്ങനെ പറയുമോ എന്നോട്? ചിലരൊക്കെ അങ്ങനല്ലേ പറഞ്ഞു, എൻ്റെ ദൈവം അങ്ങനെയൊക്കെ പറയുമോ എന്നോട്? എൻ്റെ ദൈവം എന്നെ അങ്ങനെയൊക്കെ വേദനിപ്പിക്കുമോ? നമ്മൾ ചോദിക്കുന്ന ചോദ്യമായത്. എൻ്റെ ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ? ഇവിടെ ചെയ്തു. ഇത് മാത്രമല്ല, തൻ്റെ പുത്രനെ കാൽവറി ക്രൂശിൽ കൊടുത്തത് നിന്നെ കണ്ടുകൊണ്ട് നീ കണ്ടതാണ്. അതിനപ്പുറം അവൻ എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, എപ്പോൾ വേണമെങ്കിലും ഏബ്രഹാമിന് മടങ്ങിപ്പോകാമായിരുന്നു. പോയ വഴിയിലൊക്കെയും ഈ അപ്പനും മോനും കൂടെ സംസാരിച്ചുകൊണ്ടാണ് പോയത്. ഈ കുഞ്ഞിൻ്റെ സംസാരമൊക്കെ കേട്ട് അപ്പൻ്റെ ഹൃദയം അലിയാമായിരുന്നു. ഞാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ്, അവനെ ഞാൻ യാഗമർപ്പിക്കാൻ പോവുകയാണ്. ആർക്കും അറിയത്തില്ല, കൂടുള്ള ബാല്യക്കാർക്ക് അറിയത്തില്ല, ഐസക്കിന് അറിയത്തില്ല. താഴേക്ക് വായിച്ചു വരുമ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാമിൻ്റെ ഹൃദയം തകർന്നു. അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. പക്ഷെ അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇവനിലൂടെ ഒരു വാഗ്ദത്തം നിലനിൽക്കുന്നുവെങ്കിൽ ആ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഇവനെ തിരിച്ചു തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് അവനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിച്ചത്. When he was tested, he overcame it by the faith in the word of God. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അവനോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വചനത്തിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. That is the logos, and logos turned out to be Rima in the life of Abraham. ഹല്ലേലൂയ. ദൈവം അവനോട് പറഞ്ഞ വാക്ക് അവൻ അക്ഷരം പ്രതി വിശ്വസിച്ചു. ഇവനിലൂടെ എനിക്ക് ഒരു തലമുറകളെ തരാമെന്ന്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, സമുദ്രത്തിന്റെ തീരത്തെ മണൽ പോലെ എനിക്ക് തലമുറയെ തരാമെന്ന് എൻ്റെ ദൈവം പറഞ്ഞെങ്കിൽ അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. ഇവന്റെ കഴുത്ത് ഞാൻ അറുത്ത് യാഗപീഠത്തിന്റെ മേൽ വെച്ചാലും, ഇവനെ കഷണം കഷണമാക്കി യാഗപീഠത്തിന്മേൽ വെച്ച് തീ വെച്ച് ഹോമയാഗമാക്കി തീർത്താലും ശരി, ഹല്ലേലൂയ, തന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ ആ ചാരത്തിന്റെ കൂമ്പാരത്തിൽ നിന്ന് എന്റെ മകനെ മടക്കി തരുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ ആഗ്രഹിച്ചു.
ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചുവെന്ന് നമുക്ക് മുന്നോട്ട് പുതിയ നിയമത്തിൽ വായിക്കുവാൻ കഴിയും. അത് ഇസ്ഹാക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ഇസ്ഹാക്കിൻ്റെ യാഗത്തെക്കുറിച്ചും ഒരു പക്ഷേ അബ്രഹാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. അതിന് തെളിവ് എന്താണെന്നറിയാമോ? അബ്രഹാം ഈ ടെസ്റ്റിനകത്ത് സക്സസ് ആയി ഉള്ളതിന് തെളിവ് എന്തുവെന്നറിയാമോ? 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 22:12, 22:12. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ അരുളി ചെയ്തു. My brothers, my sisters, you and I have to prove before God sometimes or the other. ഞാനും നിങ്ങളും ദൈവസന്നിധി പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണമേ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ, അങ്ങയുടെ രാജ്യത്തിന്റെ പണിക്കായി എന്നെ ഉപയോഗിക്കണമേ, അങ്ങയുടെ സഭയുടെ അനുഗ്രഹത്തിനായി എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, if he has commissioned you, if he has ordained you, if he has appointed you, if he has chosen you to be for his own ministry, മറ്റൊന്നും നിന്റെ ജീവിതത്തിൽ അതിന് തടസ്സമായി വരരുത്. ഐസക്ക് നിന്റെ ജീവിതത്തിൽ തടസ്സമായി വരരുത്. കന്നുകാലികൾ നിന്റെ ജീവിതത്തിൽ തടസ്സമായി വരരുത്. കുടുംബം നിന്റെ ജീവിതത്തിൽ തടസ്സമായി വരരുത്. ഭാവി നിന്റെ ജീവിതത്തിൽ തടസ്സമായി വരരുത്. കൂട്ടുകാർ നിന്റെ ജീവിതത്തിൽ തടസ്സമായി വരരുത്. മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറയുന്നു എന്ന് കരുതി നിന്റെ ജീവിതത്തിൽ തടസ്സമായി വരരുത്. ഹല്ലേലൂയ. You have to prove to God. I have to prove to God that I love God more than anything in this world. ഈ ലോകത്തുള്ള എന്തിനേക്കാളധികവും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അവിടെ പ്രൂവ് ചെയ്യണം. ഒത്തിരി സമയം അവിടെ എടുക്കും. നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ യാഗത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്, നൗ, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് നൗ ഐ നോ, ഇപ്പോഴെനിക്ക് മനസ്സിലായി. ദൈവം പറയുന്നത് കേട്ടോ, നൗ ഐ നോ ബിക്കോസ് യു പ്രൂവ്ഡ് ഇറ്റ്. My brothers, my sisters, you and I have to prove to God that we love him by our works. പ്രവൃത്തിയില്ലാതെ വിശ്വാസം മൂലമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ 8, 9, 10 എഴുതിയിരിക്കുന്നു, പ്രവൃത്തിയാലല്ല വിശ്വാസം മൂലമത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രവൃത്തികൾ കാരണമല്ല. പക്ഷെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, സൽപ്രവൃത്തികൾക്കായിട്ടാണ് നമ്മൾ ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷ, നമ്മുടെ ഹല്ലേലൂയ മാനസാന്തരം, നമ്മുടെ വീണ്ടെടുപ്പ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫലത്താൽ പുറപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ മാനസാന്തരപ്പെട്ടത്? നമ്മുടെ വാക്കുകളിൽ അത് പ്രതിധ്വനിച്ചില്ലെങ്കിൽ, നമ്മുടെ ജീവിതചര്യകളിൽ അത് പ്രതിധ്വനിച്ചില്ലെങ്കിൽ, നമ്മുടെ ജീവിത ശൈലിയിൽ അത് പ്രതിധ്വനിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അത് പ്രതിധ്വനിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് പറയുവാൻ കഴിയുക നാം മാനസാന്തരപ്പെട്ടെന്ന്? God said, now I know that you fear me. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യാഗത്തിൽ അതാ സംഭവിക്കുന്നത്. Every sacrifices we are proving to God that we fear him and we love him more than anything in this world. പുതിയ നിയമത്തിലെ യാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മൾ പുതിയ നിയമത്തിൽ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടെന്നാണ് പത്രോസ് പറഞ്ഞത്? ആ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്? ആത്മീക യാഗം, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം അർപ്പിക്കുവാൻ കഴിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാ നമ്മൾ. അങ്ങനെയെങ്കിൽ every single day when you and I offer the sacrifice before God, every now and then we have to prove it to God that we love God more than anything in this world. That is what the law. Hallelujah. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. നമ്മൾ അവിടെ കണ്ടു അബ്രഹാം മകനെ യാഗം കഴിക്കുന്നത്. ഇത് തന്നെയാണ് കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് കണ്ടത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ലോകത്തെ സ്നേഹിക്കുവാൻ, ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. God gave him, exactly like Abraham was sacrificing his own son Isaac on the altar. God himself was sacrificing his own son on the cross of Calvary. അബ്രഹാമിന് മോറിയാദേശത്ത് യാഗപീഠം പണിതതുപോലെ അതേ മോറിയാദേശത്താണ് തിയോളജിയൻസ് പറയുന്നത്, ദൈവശാസ്ത്രന്മാർ പറയുന്നത്, അബ്രഹാം മകനെ യാഗം കഴിച്ച അതേ മോറിയാദേശമാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറം കാൽവറി സ്ഥലമായി മാറിയത്. അതേ സ്ഥലമാണ്.
എക്സാക്ട്ലി ദ സെയിം പ്ലേസ്. ഹല്ലേലൂയ. ഇവിടെ തന്നെയാണ് ആദ്യത്തെ ആലയം പണിയുവാൻ തക്കവണ്ണം ദാവീദ് തീരുമാനമെടുക്കുന്നത്. ശമൂവേലിന്റെ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒർന്നോന്റെ സ്ഥലത്ത് കളം എന്ന് പറയുന്നത് ഇതേ സ്ഥലമാണെന്ന് തിയോളജിയൻസ് പറയുന്നു. ഇതൊക്കെ ദൈവം മുന്നമേ പ്രീ പ്ലാൻ ചെയ്തത്, എല്ലാം സ്പോട്ടായിട്ട്. ഹല്ലേലൂയ. അബ്രഹാം തൻ്റെ മകന് വേണ്ടി യാഗപീഠം കഴിക്കുമ്പോൾ അതേ സ്ഥാനത്ത് ചില നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് തൻ്റെ പുത്രൻ കാൽവറി ക്രൂശിൽ യാഗമായി തീരും. ഇറ്റ് വാസ് ദേർ. ഹല്ലേലൂയ. മുമ്പേ കേട്ടതുപോലെ 2 കൊരിന്ത്യർ 5:21 നമ്മൾ വായിക്കുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. God made him a sin for us who didn't know any sin. ഹല്ലേലൂയ. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് പറഞ്ഞ് ഞാൻ മെസ്സേജ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 1 യോഹന്നാൻ 4:10. ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നില്ല. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. യാഗത്തിൻ്റെ പിന്നിലൊരു സ്നേഹമുണ്ട്. മറക്കരുത് സഹോദര സഹോദരി, യാഗം നിർബന്ധത്താൽ ചെയ്യുന്നതല്ല. ഹല്ലേലൂയ. അബ്രഹാമിന് ഫ്രീഡം കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു, യാഗം കഴിക്കണോ വേണ്ടായോ എന്ന്. യാഗം അബ്രഹാം ഇസ്ഹാക്കിനെ കൊടുത്തത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. തൻ്റെ പുത്രനേക്കാൾ അധികം ദൈവത്തെ അവൻ സ്നേഹിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യുവാൻ തക്കവണ്ണമാണ് അവർ യാഗം കഴിച്ചത്. അപ്പോൾ യാഗം കഴിക്കുന്ന വ്യക്തി നിർബന്ധത്താൽ യാഗം കഴിക്കരുത്. മറ്റൊരാളെ താല്പര്യത്തിന് വേണ്ടി യാഗം കഴിക്കരുത്. നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ, നിന്റെ കർത്താവിനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ, അവനെ നീ മാനിക്കുന്നുവെങ്കിൽ, അവനെ നീ അനുസരിക്കുന്നുവെങ്കിൽ മാത്രമേ നീ യാഗം കഴിക്കാവൂ. ഇവിടെ പറയുന്നത് കേട്ടെ, ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ തെളിവാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ, പ്രായശ്ചിത്തം മീൻസ് സാക്രിഫൈസ്, യാഗമായി തീരുവാൻ തക്കവണ്ണം അവൻ ഏൽപ്പിച്ചു കൊടുത്തത്. മനോഹരമായൊരു വാക്യം അവിടെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒത്തിരി വാക്യങ്ങൾ അതിന് കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. താനൊരു യാഗമൃഗമായി തീരുവാൻ, താനൊരു യാഗവസ്തുവായി തീരുവാനായിട്ടാണ് താൻ വന്നത്. ശുശ്രൂഷിക്കപ്പെടുവാനല്ല. ശുശ്രൂഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ലോർഡ്, ഹി ഈസ് ഗോഡ് ഓൾമൈറ്റി. ബട്ട് വെൻ ഹി കെയിം ഇൻ ടു ദിസ് വേൾഡ് ഹി ഡിഡ്ന്റ് വാണ്ട് ടു ബി എ ലോർഡ് ഹിയർ, ഹി വാണ്ടഡ് ടു ബി an animal for sacrifice. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, ഞാൻ അങ്ങനെ പറയുക. ഹല്ലേലൂയ. എന്നേക്കുമായി സകല യാഗങ്ങളും നിർത്തുവാൻ തക്കവണ്ണം ഒരു പരമയാഗമായി തീരുവാൻ എൻ്റെ കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. സകല ഇനിയൊരു യാഗവും വേണ്ട. ഇനി എത്ര 10,000 ആട്ടുകൊറ്റന്മാരെ നീ യാഗം കഴിക്കണ്ട. 10,000 തൈല നദികൾ നീ യാഗപീഠത്തിന്റെ മേൽ ഒഴിക്കണ്ട. അതെല്ലാം അതിനൊക്കെ പരിഹാരമായി അതിനേക്കാൾ എത്രയോ 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 ഇരട്ടിയിലധികം വിലയുള്ള തന്റെ പുത്രന്റെ രക്തം കാൽവറി ക്രൂശ് എന്ന യാഗപീഠത്തിന്റെ മേൽ ഒഴുകപ്പെട്ടു. ഇനി ഒരിക്കലും സ്വർഗത്തിലെ ദൈവം മറ്റൊരു യാഗത്തിലും പ്രസാദിക്കത്തില്ല. തന്റെ പുത്രന്റെ യാഗം പരമയാഗമായി തീർന്നു. അവിടെ കർത്താവ് പ്രൂവ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദമിനും ഹൗവയ്ക്കും വേണ്ടി ഒരു മൃഗം കൊല്ലപ്പെട്ടതുപോലെ സകല ജനത്തിൻ്റെയും പാപത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ ഒരുവൻ കൊല്ലപ്പെട്ടു. അത് മൃഗമല്ല, തൻ്റെ പൊന്നോമന പുത്രൻ, സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടെ മരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വേഗം 1-2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു പോവുകയാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എബ്രായ ലേഖനം മുഴുവനും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ യാഗത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒത്തിരി അധ്യായങ്ങളുണ്ട്. 9-ാം അധ്യായം 10-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ യാഗത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 10-ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യേശുവോ, this I am reading from the book of Hebrews chapter 10 verses 12, 13 and 14. എബ്രായ ലേഖനം 10-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയുമിരിക്കും. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഒത്തിരി സമയമെടുക്കും, ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല. ഇതുപോലെ 9-ാം അധ്യായത്തിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ 9-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും, ഐ എം റീഡിംഗ് ഫ്രം ചാപ്റ്റർ 9 വേഴ്സ് 12 ഓൺവേർഡ്സ്.
ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. അതുപോലെ റോമാലേഖനം 5-ാം അധ്യായത്തിൽ വന്നാൽ യാഗത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല സഹോദരങ്ങളെ. ഇവിടെ ശ്രദ്ധിക്കണമേ, യഹോവയായ ദൈവം, അത്യുന്നതനായ ദൈവം നമുക്ക് വേണ്ടി ഒരു പരമയാഗം അർപ്പിച്ചു. യേശു കർത്താവ് വിശുദ്ധ പുരോഹിതനായിരുന്നവൻ, മഹാപുരോഹിതനായിരുന്നവൻ, പുരോഹിതന്മാരുടെ സ്ഥാനത്ത് നിന്ന് ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി, ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം മൃഗങ്ങളെ യാഗമർപ്പിക്കേണ്ടവൻ ഇവിടെ വന്നിട്ട് മഹാപുരോഹിതനായവൻ തൻ്റെ ജീവനെ തന്നെ യാഗമായി ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ദിസ് ഈസ് ദ ക്ലൈമാക്സ് ഓഫ് ദ മെസ്സേജ്. മഹാപുരോഹിതനായവൻ ഒരു പുതിയ മാതൃക ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. തൻ്റെ പാപത്തിനു വേണ്ടി തനിക്ക് യാഗമർപ്പിക്കേണ്ട കാര്യമില്ല. താൻ പരിശുദ്ധനാണ്. ഈ ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടിയാണ്. ഇവിടെ താഴെ 9-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എബ്രായ ലേഖനത്തിൽ. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ലോകത്തിലെ എല്ലാ പുരോഹിതന്മാർക്കും തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ആദ്യം യാഗം കഴിക്കണം. എന്നാൽ യേശു കർത്താവിന് തൻ്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കണ്ട. അവൻ ഇവിടെ വന്നത് ലോകത്തിൻ്റെ പാപത്തിൻ്റെ വേണ്ടിയുള്ള യാഗം. അതിന് താൻ ചെയ്തത് എന്താണ്? തൻ്റെ ജീവനെ തന്നെ യാഗപീഠത്തിൻ്റെ മേൽ കൊടുത്തു. അതെന്താ പഠിപ്പിക്കുന്നതെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്ന, അവൻ്റെ കാൽപാദത്തിലേക്ക് കടന്നു വരുന്ന, യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ വംശാവലിയിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധ പുരോഹിത വർഗമായ ഞാനും നിങ്ങളും ഒരു മൃഗത്തെ പിടിച്ചല്ല യാഗം അർപ്പിക്കേണ്ടത്. ഇനി മുതൽ നീ നിന്നെ തന്നെ യാഗപീഠത്തിൻ്റെ മേൽ യാഗം അർപ്പിക്കണം. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നത്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സരിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിപ്പിൻ. യേശു കർത്താവ് പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ തന്നെ യാഗപീഠത്തിന്റെ മേൽ സമർപ്പിച്ചപ്പോൾ അവന്റെ പിന്നാലെ വരുന്ന അവന്റെ അനുയായികൾ, അവന്റെ വഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളെ തന്നെ ജീവനുള്ള യാഗമായി ദൈവസന്നിധിയിൽ യാഗപീഠത്തിന്റെ മേൽ സമർപ്പിക്കണം. പുതിയൊരു വഴിയാണ് തുറന്നത്. എനിക്കും നിങ്ങൾക്കും ആട്ടുകൊറ്റന്മാരെയല്ല യാഗം അർപ്പിക്കേണ്ടത്. യേശു നമുക്ക് മുമ്പ് ഒരു മാതൃക കാണിച്ചു എന്ന് തന്നെ യാഗമായി അർപ്പിച്ചു. നമ്മളും നമ്മെ തന്നെ യാഗമായി അർപ്പിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഗലാത്യ ലേഖനം 2:20 പറഞ്ഞു, ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് എടുത്തേ. പെട്ടെന്ന് സമയമില്ലെങ്കിൽ തന്നെയും മനോഹരമായ ആ വാക്യം നമുക്ക് വായിക്കാൻ പോകാതിരിക്കപ്പെടത്തില്ല. ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ഒന്ന് വായിച്ചേ, ഞാൻ എടുക്കാൻ താമസിക്കുന്നുണ്ട്. ഈ വാക്യത്തെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കാര്യം പറയാനുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച നമ്മൾ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഞാനെന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാണ്. മൈൻ. It is not me living. Me means me is gone. Old man is dead. Now not the old man living in me, it is Christ living in me. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ സഹോദര. That old Paul is no more living in that temple. It is Christ living in him. ചിന്തിക്കണമേ. കാരണം that old man is crucified with Christ. That old Paul is crucified with Christ. പഴയ പൗലോസ് ഉണ്ടല്ലോ, അവൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇപ്പൊ പഴയ പൗലോസ് അല്ല, ആ കൂടാരത്തിനകത്ത് വസിക്കുന്നത് യേശുവാണ്. അവൻ നടന്നു പോകുമ്പോൾ യേശു നടക്കുകയാ. അവൻ സംസാരിക്കുമ്പോൾ യേശു സംസാരിക്കുന്നു. അവൻ നോക്കുമ്പോൾ യേശു നോക്കുന്നു. അവന്റെ ഇടപെടലുകൾ യേശുവിന്റെ കരങ്ങളിലാ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്. ആ പഴയ പൗലോസ് അല്ല ഈ മൺകൂടാരത്തിൽ ജീവിക്കുന്നത്, യേശുവാണ് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്. മനസ്സിലായ സഹോദരങ്ങളെ? ഇതേ പൗലോസ് ദൈവസഭയോട് പറയുന്ന ഒരു വാക്യമുണ്ട്. ഒരു പേജ് കൂടെ തിരിക്കാമെങ്കിൽ 5-ാം അധ്യായത്തിൽ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. സി,
If you say that you belong to Christ, if you say that you and I follow Jesus Christ as our master and savior, യേശു കർത്താവ് എൻ്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞ് യേശുവിൻ്റെ ശിഷ്യയാണെന്ന് പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം ഇനി നമ്മളല്ല നമ്മളിൽ ജീവിക്കുന്നത്, ക്രിസ്തുവായിരിക്കണം. മനസ്സിലായോ സഹോദരങ്ങളെ? ഇതേ പൗലോസ് തന്നെയാണ് 1 കൊരിന്ത്യർ 9:27 പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരുകാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എത്ര ചെയ്യുന്നത്. അവിടെ ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ഐ ബ്രിങ് മൈ ബോഡി ഇൻ ടു സബ്ജക്ഷൻ. അതിൻ്റെ റൂട്ട് മീനിങ് ഗ്രീക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ ബ്രിങ് മൈ ഫ്ലെഷ് ഇൻ ടു സബ്ജക്ഷൻ. എൻ്റെ ജഡത്തിൻ്റെ സകല രാഗമോഹങ്ങളെയും കർത്താവിൻ്റെ സന്നിധി ക്രൂശിക്കുക. മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ എൻ്റെ സകല ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ എക്സ്പ്രഷനിലാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? നീയും ഞാനും ഈ പറഞ്ഞ യാഗം അർപ്പിക്കേണ്ടവരാണ്. യേശു അർപ്പിച്ചതുപോലെ മറ്റൊന്നിനെയല്ല യാഗം അർപ്പിക്കേണ്ടത്, മറ്റുള്ളവരെയല്ല ഏൽപ്പിക്കേണ്ടത്. നിനക്കെന്ത് ചെയ്യുവാൻ കഴിയും കർത്താവിന് വേണ്ടി, ഈ നാഥന് വേണ്ടി? നിന്റെ ജീവിതത്തെ, നിനക്കുള്ള സകലത്തെയും അവൻ്റെ യാഗപീഠത്തിന് മേൽ സമർപ്പിച്ച് നിനക്ക് മുമ്പിൽ മാതൃക കാണിച്ചുകൊണ്ട് യേശു മറ്റൊരാളെ അല്ല പിടിച്ച് ക്രൂശിച്ചത്, അവൻ തന്നെ ക്രൂശിലേക്ക് കയറ്റി നമുക്ക് വേണ്ടി തന്നെ കഷ്ടത അനുഭവിച്ചു. അതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ മറ്റൊരാളെ അല്ല നോക്കേണ്ടത്, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയോ? മറ്റാര് ചെയ്യുവോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ ഒരു കണക്കും എഴുതുന്നില്ല, ഞാൻ ഒന്നും എൻ്റെ ഓർമ്മയിൽ ഓർത്തു വയ്ക്കുന്നില്ല. ഓരോ ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോഴും ഇന്നലെ ചെയ്തതൊക്കെ ഞാൻ മറക്കുകയാ. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി, അവൻ്റെ സഭയ്ക്ക് വേണ്ടി, അവിടുത്തെ രാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? Every day must be a new day for you and me. Hallelujah. ഇവിടെ പറയുന്നു, ഇനി എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ എന്നിൽ കാണണം. ഞാൻ വാക്കുകളെ നിർത്തുക, 2 മിനിറ്റ്സിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. കാരണം ഞാൻ പരമയാഗമായി എൻ്റെ യേശു കർത്താവിന് വേണ്ടി അവിടുത്തെ യാഗപീഠത്തിൽ സമർപ്പിക്കപ്പെട്ടു. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. അവൻ പൂർണ്ണമായി he emptied himself. അതുകൊണ്ടാണ് he could say, 1 കൊരിന്ത്യർ 11:1 പറഞ്ഞത്, follow me as I follow Christ. ക്രിസ്തുവിന്റെ പാത ഞാൻ പിന്തുടരുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായി തീരുവാൻ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ക്രിസ്തു ചെയ്ത അതേ മാതൃകയില അവനും യാഗമായി തീർന്നത് അവന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി. Every missionaries, the true missionaries, every true man and woman of God, they had to offer this sacrifice by themselves. അതുകൊണ്ട് അവർക്കുള്ളതൊക്കെ വിട്ട് ആരുടെയും പേരും പെരുമയ്ക്കുമല്ല, ആരുടെയും അംഗീകാരത്തിന് വേണ്ടിയല്ല, ആരുടെയും ഗുഡ് ബുക്സിൽ പേര് വരുവാനല്ല, പിന്നെയോ ആരും അറിയാത്ത വണ്ണം കർത്താവിന് വേണ്ടി അവർ ജീവിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തത്. They emptied themselves. They sacrificed their life on the altar of God as a living sacrifice. ജീവനുള്ള യാഗമായി അവർ തങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചത് കൊണ്ടാണ് അവരുടെ യാഗങ്ങൾ സ്വർഗം സ്വീകരിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ, 1 പത്രോസ് 2:5 വായിച്ചതുപോലെ, വിശുദ്ധ പുരോഹിതവർഗമായി നമ്മളെ പണിയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളെ പണിയുന്നതിൻ്റെ കാരണം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം നാം ദൈവസന്നിധിയിൽ കഴിക്കുവാൻ തക്കമാണ്. ഇന്നത്തെ രാത്രി നമ്മൾ ചിന്തിച്ചേ, സ്തോത്രമെന്ന യാഗം കഴിക്കുവാനായി നാം ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മളെ ആക്കി വെച്ചിരിക്കുക. ഇന്ന് ആനിമൽ സാക്രിഫൈസസ് ഒന്നുമില്ല. ഹല്ലേലൂയ. പരമയാഗമായി, ഏറ്റവും ഒടുവിലത്തെ യാഗമായി മൃഗങ്ങൾ യാഗമർപ്പിക്കപ്പെട്ടത് തൻ്റെ പുത്രൻ യാഗമായി തീരുവാൻ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തു. അന്നും അതിനുള്ള യാഗം, കർത്താവിൻ്റെ കാലങ്ങളിലുള്ള യാഗം, പ്രൈസ്, സാക്രിഫൈസസ് ഓഫ് പ്രൈസ്, ഹല്ലേലൂയ, സ്തുതിയാഗങ്ങളാണ്, പ്രാർത്ഥനാ യാഗങ്ങളാണ്. നമ്മുടെ ജീവിതം തന്നെ ദൈവസന്നിധിയിൽ യാഗമായി കൊടുക്കണം. അതാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ നമ്മളോട് അറിയിച്ചത്. I beseech you, brethren, by the mercies of God, offer your bodies a living sacrifice, holy and acceptable to God, and that is your reasonable service. ദൈവത്തിൻ്റെ മനസ്സരിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, see, you need to offer, I need to offer my body, my spirit, soul and body, my whole being unto the altar of the God, unto the altar of the Lord as a living sacrifice. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം.
കർത്താവിൻ്റെ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.